കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൈപ്പണ കിഴക്കേക്കരയിൽ രാജുവാണ് മരിച്ചത്. കുടുംബവുമായി അകന്ന് താമസിക്കുകയായിരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തിലധികം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. ലിജോ, ഈ മരണത്തിൽ വല്ല ദുരൂഹതയുമുണ്ടോ? മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾ ഏറെ നാളായി വീട്ടുകാരുമായി അകന്നതിന് ശേഷം ഒറ്റയ്ക്ക് ചെറിയൊരു ചൈപ്പ് പോലെ കെട്ടി അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു ഇയാൾ. 60 വയസ്സ് പ്രായമുണ്ട്. കൊട്ടാരക്കര ETCക്ക് സമീപത്താണ് ഇയാൾ താമസിച്ചിരുന്നത്. തൈപ്പണ കിഴക്കേതിൽ രാജു എന്നാണ് പേര്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. കാരണം അതിന്റെ അവസ്ഥ കണ്ടതിന് ശേഷമാണ് അത്തരത്തിലൊരു നിഗമനം എത്തിയിരിക്കുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. കൊട്ടാരക്കര പോലീസാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. ഈ ദുർഗന്ധവും മറ്റും അടിച്ചത് കൊണ്ടാണ് ആ സമീപത്തുണ്ടായിരുന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ അവിടേക്ക് എത്തി പരിശോധന നടത്തി. അങ്ങനെയാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലായിരിക്കും കാര്യങ്ങളിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയും. കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു.